ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാനൊരു ഫാമിൻ്റെ വീഡിയോ അടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് ഒരു ഹോസ്പിറ്റൽസ് ഫാം പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പോൾട്രി ഫാമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഇൻകാർട്ടസിൻ്റെ ബൾബ്, അതുപോലെ തന്നെ പോൾട്രി ഫാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ അവിടെ നിങ്ങൾ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് അവിടെ നിന്ന് കിട്ടും. അതിലൂടെ നിങ്ങൾക്കത് ബൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ മൈ ഫ്രണ്ട്സ്, നമുക്ക് ആ ഒരു ഫാമിൻ്റെ വീഡിയോ അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സൈഡ് നെറ്റിൻ്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. സൈഡ് നെറ്റ് ഒരു 1.5 മീറ്റർ ഹൈറ്റിൽ, താഴേന്ന് മുകളിലേക്ക് 1.5 മീറ്റർ ഹൈറ്റിൽ നിന്നുള്ള സ്ട്രോങ് നെറ്റ് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് സാധാരണ രീതിയിൽ നൈലോൺ നെറ്റ് തന്നെ മതി. പിന്നെ ഇത് കാണുന്നത് ഒരു സ്റ്റാൻഡാണ്. ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ്. ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പേസ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കും. പിന്നെ അതേപോലെ തന്നെ ചെറിയ എലികളൊക്കെ വന്നിട്ട്, അതുപോലെ തന്നെ തണുപ്പ് കാലത്തൊക്കെ ഫീഡ് കംപ്ലൈൻ്റ് ആകുന്ന പ്രശ്നം നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഹോസ്പിറ്റൽസിൻ്റെ സ്ട്രക്ചർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിന്നും അതായത് കഴിഞ്ഞ ഫാമിൽ കാണിച്ചതുപോലെയല്ല, ഇത് കുറച്ച് സ്ട്രോങ് ആണ്. ഇങ്ങനെ സ്ട്രോങ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് മഴക്കാലത്തൊക്കെ നനഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് വരും. അപ്പോൾ ആ ഒരു ലോഡും കൂടെ താങ്ങാൻ പാകത്തുള്ള സ്ട്രക്ചറാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പണിയുന്ന ആ ഒരു ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ട്രിങ്കറിലേക്ക് വരുന്ന ആ ഒരു പൈപ്പ് ലൈൻ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് താഴ്ത്തിയിട്ട് ഒരു സ്ക്വയർ പൈപ്പ് എടുത്തിട്ട് താഴ്ത്തിയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഷീറ്റിൻ്റെ ചൂടടിക്കുന്നത് നേരിട്ട് ആ പൈപ്പ് ലൈനിലേക്ക് വരുന്നതും അതുപോലെ തന്നെ വെള്ളം ചൂടാകുന്ന ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പിന്നെ ഫാമിന് അത്യാവശ്യം വീതി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു 4 ലൈനായിട്ട് നമ്മൾ ഫീഡും അതുപോലെ തന്നെ വെള്ളപ്പാത്രം തൂക്കിയിട്ട് കൊടുക്കുക. അത് കറക്റ്റ് ആണെങ്കിൽ തന്നെ വെള്ളപ്പാത്രത്തിൽ നിന്ന് വെള്ളം മറിയുന്ന പ്രശ്നമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ പുറത്ത്, അതായത് പുറകുവശത്തെ തറയും നമ്മുടെ ഫാമിൻ്റെ തറയും തമ്മിൽ ഒരു 1.5 അടിയെങ്കിലും ഹൈറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഈർപ്പം ഉള്ളിലേക്ക് വരാതിരിക്കാൻ നമുക്ക് പറ്റുന്നത്. പിന്നെ മുകൾ ഭാഗത്ത്, ഈ ഒരു ഫാമിൻ്റെ മുകൾ ഭാഗത്ത് കൊടുത്തേക്കുന്നത് ഷീറ്റിൻ്റെ ആ ഒരു ബെൻഡായിട്ട് കൊടുത്തേക്കുന്നത് ട്രഫോൾ ഷീറ്റിൻ്റെ ബെൻഡാണ്. ഇവിടെ നമുക്ക് സാധാരണ രീതിയിൽ മൂലോട്ടിൻ്റെ ആ ഒരു ബെൻഡ് ഉണ്ടല്ലോ, അതും ഉപയോഗിക്കാമല്ലോ. പിന്നെ ഈ ഒരു ഹോസ്പിറ്റൽസ് പണിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതായത് സൈഡ് ഹൈറ്റ് നമ്മളൊരു 3 മീറ്റർ നിർബന്ധമായും കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫാമിൻ്റെ ഉൾവശത്തെ ഒരു സെൻറ്റർ ഹൈറ്റ് ഉണ്ടല്ലോ, സെൻറ്റർ ഹൈറ്റ് ഒരു 5 മുതൽ 8 മീറ്റർ വരെ നമ്മൾ. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഹോസ്പിറ്റൽസ് ഫാം പണിയുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്തരം ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ.